ഇത്തവണ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കഴിക്കാത്തൊരു സാധനം കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. യെസ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വടാപ്പാവാണ്. വട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോണ്ടയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മിക്സ്ചറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അത് പൊട്ടറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ എൻ്റെ ക്യാപ്ഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബണ്ണ്, അതെനിക്ക് എക്സാക്റ്റ് ആ ഒരു ബണ്ണ് കിട്ടിയില്ല. അപ്പം ഞാൻ നമ്മുടെ നോർമൽ ബണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് മാവ്, കടലമാവാണിത്. ഇതിൽ ഞാൻ കുറച്ച് കായപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വെള്ളവും അത്രയും ചേർത്തിട്ട് ഇതുപോലെ ഇച്ചിരി തിക്കായിട്ട് എടുക്കണം. എന്നാലാണ് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബോണ്ട കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിയൊക്കെ പോകും. ഇതിന് ശേഷം ഞാൻ ഈ കടലമാവ് മുക്കി ഇതുപോലെ എടുത്ത്, ഇതാണ് ഗാർലിക് ചട്നിക്ക് വേണ്ടിയിട്ടുള്ള സംഭവം. ഇതുപോലെ ഇരിക്കും. എന്നിട്ട് അതും കുറച്ച് ഗാർലിക്ക് ആ ഓയിലിൽ തന്നെ വറുത്തെടുക്കുക. അതും കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതുപോലെ അടിച്ചെടുക്കുക. ഇത് ഗ്രീൻ ചട്നിക്കുള്ളതാണ്. ഇതിൽ എക്സ്ട്രാ ഞാൻ കുറച്ച് ലൈം ജ്യൂസും പിന്നെ എന്താ പറയുക ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. ആൻഡ് ഇത് ഇങ്ങനെ ഇരിക്കും ഈ രണ്ട് ചട്നി. പിന്നെ നമുക്ക് ഫൈനലിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ഇതുപോലെ ഓയിലിൽ സോട്ട് ചെയ്തെടുക്കണം. ബണ്ണ് ഞാൻ കുറച്ച് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യണം. ഒരു സൈഡിൽ ഗാർലിക് ചട്നിയും ഒരു സൈഡിൽ നമ്മുടെ ഗ്രീൻ ചട്നിയും സെൻറ്ററിൽ നമ്മുടെ ബോണ്ടയും കുറച്ചല്ല ഒരു പച്ചമുളക് ഇതുപോലെ. എന്നിട്ട് ഇങ്ങനെ അങ്ങ് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.